This is 24. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും TTS ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിതിൻ്റെ സാങ്കേതിക സാധ്യത ഇതിനകം മനസ്സിലായി കാണുന്നുണ്ട് വിശ്വാസം. അതായത് വളരെ വിദൂരത്തിൽ നിൽക്കുന്ന രണ്ട് അതിഥികളെ കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് അവരവിടെ നിൽക്കുന്ന പ്രതി ജനിപ്പിക്കുന്നതിൽ കൊണ്ടുവരുന്നൊരു സാങ്കേതിക സാധ്യതയാണിത്. ഇതൊരുപക്ഷേ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതിക സാധ്യതയിലൂടെയാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദനും അതേപോലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AN രാധാകൃഷ്ണനുമാണ്. ശ്രീ AN രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ ചാലക്കുടിയിലെ സമീപമുള്ള ആലുവയിൽ നിന്നാണ്. എന്നാൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. എൻ്റെ ഇടത് സൈഡിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദനും അതേപോലെ എൻ്റെ വലത് സൈഡിൽ ശ്രീ AN രാധാകൃഷ്ണൻ വരികയാണ്. അവർക്ക് നേരിട്ട് ഏറ്റുമുട്ടി സംസാരിക്കാനുള്ള ഒരു വിർച്വൽ സാധ്യതയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ എൻ്റെ ഇടതുവശത്തേക്ക് വരികയാണ്. ശ്രീ AN രാധാകൃഷ്ണൻ എത്തിക്കഴിഞ്ഞു. ശ്രീ ആനത്തലവട്ടം ആനന്ദനെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നമസ്കാരം. ശ്രീ ആനത്തലവട്ടം, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾക്ക് നടുവിലാണ്, വളരെ പ്രചാരണ പരിപാടിയിലാണ്. ശ്രീ AN രാധാകൃഷ്ണനാണെങ്കിൽ BJP സ്ഥാനാർത്ഥി കൂടിയാണ്. സ്ഥാനാർത്ഥി അദ്ദേഹം ശ്രീ അമിത്ഷായുടെ പ്രസംഗമൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി വന്നിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ശ്രീ ആനത്തലവട്ടം ആനന്ദനിൽ തുടങ്ങുന്നു. ശ്രീ ആനത്തലവട്ടം, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത ഇടതുപക്ഷത്തെ തലോടുകയും എന്നാൽ RSSനെ അദ്ദേഹം തല്ലുകയും ചെയ്തിരിക്കുകയാണ് പ്രസംഗത്തിലൂടെ. നിങ്ങളോട് ഒരു സൗമ്യതയും അതുപോലെ ഒരു സൗമനസ്യവും രാഹുൽ ഗാന്ധി വെച്ച് നീട്ടുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ സമരസ്യം ഇടതുപക്ഷത്തോട് എന്തെങ്കിലും കാണിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനും ഇടതുപക്ഷത്തോടൊരു സമീപനമുണ്ട്. BJPയുടെ സമീപനം തന്നെയാണ് ഇടതുപക്ഷത്തോടുള്ളത്. രണ്ട് കൂട്ടരും ഇടതുപക്ഷത്തെ എതിർക്കുന്നവരാണ്. ഞങ്ങൾക്ക് അതൊരു പുത്തരിയായി തോന്നുന്നുമില്ല. അവരുടെ രണ്ട് കൂട്ടരുടെയും നയം ഒരേ നയമാണ്, ഒരേ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം താങ്കൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, അതായത് ദേശീയ വിരുദ്ധമായി CPM ഒന്നും ചെയ്തിട്ടില്ല, ഇടതുപക്ഷം ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ RSS ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ നശിപ്പിക്കുകയും ദേശീയ വിരുദ്ധമായി പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. അതെ, അതിനെ അദ്ദേഹം ഞങ്ങൾ ചെയ്യാത്ത കാര്യം ഞങ്ങളുടെ പേരിൽ ആരോപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ അതല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത സമീപനത്തിൽ, കേരളത്തിൽ അടുത്ത സമീപനത്തോളം ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. BJP ഞങ്ങളും എതിർക്കുന്നു, കോൺഗ്രസും എതിർക്കുന്നു, പ്രാദേശിക പാർട്ടികളെല്ലാം എതിർക്കുന്നു, മതനിരപേക്ഷ കക്ഷികളെല്ലാം എതിർക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കണം, സ്വാതന്ത്ര്യവും ജനാധിപത്യവും പുലരണം. അതില്ലെങ്കിൽ രാജ്യമുണ്ടാവില്ല, ഇന്ത്യ ശിഥിലപ്പെട്ടു പോകും. ഇപ്പം അവിടെ തന്നെ പ്രകടനപത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടുവന്ന പൗരത്വ ബിൽ കൊണ്ടുവരുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ പൗരത്വ ബിൽ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിംകളെ പൗരത്വ ബില്ലിൽ നിന്ന് ഒഴിവാക്കി. അതിനോട് യോജിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിനെ എതിർക്കുകയാണ് CPM. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ AN രാധാകൃഷ്ണൻ അഭിപ്രായം കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ. ശ്രീ രാധാകൃഷ്ണൻ, ഇന്ന് രാഹുൽ ഗാന്ധി സൗമനസ്യത്തോടെ ഇടതുപക്ഷത്തോട് സംസാരിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ ദേശീയ തലത്തിൽ കുഴപ്പക്കാരാണ് എന്ന് തന്നെയാണ് വന്നത്. ഇതിനെക്കുറിച്ച് താങ്കളുടെ നിലപാട്, താങ്കൾ BJP സ്ഥാനാർത്ഥി കൂടിയാണല്ലോ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, രാഹുൽ ഗാന്ധി അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒന്നായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ പൊതു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPMൻ്റെ കാൻഡിഡേറ്റ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരു സൗഹൃദ മത്സരം നടത്തുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർ തമ്മിൽ വലിയ വൈരാഗ്യമൊന്നുമില്ല. രണ്ടുപേരും ഒരേപോലെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്നു, അയൽ സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് മത്സരിക്കുന്നു, ബംഗാളിൽ ഒരുമിച്ച് മത്സരിക്കുന്നു. ഏതാണ്ട് ഇവരുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമമാത്രമാണ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ. ആ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ. അവരൊരുമിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരൊരുമിച്ച് എതിർക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഞങ്ങളെ എതിർക്കേണ്ടതായിട്ട് വരും. കാരണം
അവിടെ മത്സരം നടക്കുന്നത് മോഡി വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെയാണ് അതിൻ്റെ മത്സരത്തിൻ്റെ സ്വഭാവം. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി അതിന് എതിർപ്പ് രേഖപ്പെടുത്തും. അദ്ദേഹത്തിന് എതിർപ്പ് രേഖപ്പെടുത്തേണ്ടതായ സ്ഥിതിയാണ്. കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലനിൽപ്പ് വേണ്ടേ? കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെയും കൈവിട്ടൊരു സാഹചര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണല്ലോ UP. ആ UPയിൽ മായാവതിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ഇവർ ഒരുമിച്ച് ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ബഹുമാനായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് 10 സീറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയാണ്. അവർ പറഞ്ഞ് 4 സീറ്റ് കൊടുക്കാമെന്നാണ്. വെറും 4 സീറ്റ്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂടിച്ചേർന്ന് ജയിക്കാൻ സീറ്റില്ല. അപ്പോൾ വയനാട്ടിൽ വന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ. രാധാകൃഷ്ണൻ, താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ 5 കൊല്ലം ഈ നാട് ഭരിച്ച ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്ക് വികസന കാര്യത്തിൽ പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈശ്വരനെയും ദൈവത്തെയും സമുദായത്തെയും ഒക്കെ മുറുകെ പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, എൻ്റെ ബഹുമാനായ ശ്രീകണ്ഠൻ നായരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള അമിത്ഷയുടെ പ്രസംഗം ഒന്ന് കേൾക്കണമായിരുന്നു. ആ പ്രസംഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ മാത്രം ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി കൊടുത്തത് 64,000 കോടി രൂപയാണ്. കേരളത്തിൽ മാത്രമായിട്ട് അതിന് കൊടുത്തത്. ഇപ്പം എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കൊച്ചിൻ റിഫൈനറിക്ക് കൊടുത്തത് 32,000 കോടി രൂപയാണ്. FICTക്ക് കൊടുത്തത് 1000 കോടി രൂപയാണ്. IIT, എയിംസ് എന്താണ് കൊടുക്കാത്തത്? ചോദിച്ചു മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് ഉള്ളത്. താങ്കൾ അങ്ങനെ പറയുമ്പോൾ ശ്രീ ആനത്തലവട്ടത്തിന് എന്താ പറയാനുള്ളത് അറിയണോ? ശ്രീ ആനത്തലവട്ടം, ചോദിച്ചതെല്ലാം വാരിക്കോരി കൊടുത്ത ഒരു കേന്ദ്ര സർക്കാർ, അവരെ കുറിച്ച് എങ്ങനെ നിങ്ങൾ പഴി പറയും? ചോദിച്ചെല്ലാം വാരിക്കോരി കൊടുത്തത് അംബാനിക്കും അദാനിക്കും ലളിത് മോഡിക്കും നിരവ് മോഡിക്കും ഒക്കെയാണ് വാരിക്കോരി കൊടുത്തത്. അതല്ലാതെ രാജ്യത്തെ ജനങ്ങൾക്കല്ല. ഇവിടെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്, ആ പ്രധാനമന്ത്രിക്കാണ് ഞങ്ങൾ വോട്ട് പിടിക്കുന്നതെന്ന്. പ്രധാനമന്ത്രി ആരാകണമെന്നുള്ളതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. 2004 തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത്? അല്ലല്ലോ. അതേപോലെ ഈ 2019 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന കക്ഷികൾ, ഇടതുപക്ഷ ജനാധിപത്യ മതേതര കക്ഷികൾ ചേർന്നിട്ടാണ് തീരുമാനം. കോൺഗ്രസ് പോലും പറഞ്ഞിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയെന്ന്. പ്രാദേശികമായി കേരളത്തിലെ ആൾക്കാർ പറഞ്ഞു കിടക്കുകയാണ്. ചിദംബരം എന്താ പറഞ്ഞത്? ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കി, പ്രകടന പത്രിക തയ്യാറാക്കി രംഗത്തിറക്കിയ മുൻ ധനകാര്യമന്ത്രിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിൽ ഒരാളാണല്ലോ ചിദംബരം. പ്രധാനമന്ത്രിയെ ഞങ്ങൾ അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥി ഒന്ന് ജയിക്കണം, MP ആകണം. MP ആയിട്ട് പിന്നെ ആ കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടണം. അങ്ങനെ നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ കൈപൊക്കേണ്ടി വരും എന്നുള്ളതാ? അല്ല ശ്രീകണ്ഠൻ നായർ, രാഹുൽ ഗാന്ധി വേഴ്സസ് മോഡി അല്ല, മോഡി വേഴ്സസ് ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തി കക്ഷികളാണ്. അല്ല രാഹുൽ ഗാന്ധി വേഴ്സസ് മോഡി എന്ന് ഇവർ പറഞ്ഞു വരുന്നതാണ്. ഒരു സെക്കൻഡ് രാധാകൃഷ്ണൻ, താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ദേശീയ തലത്തിൽ BJP വേഴ്സസ് ഇടതുപക്ഷമാണ്, BJP അല്ലാതെ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി അല്ല എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടോ? ശ്രീ ആനന്ദന്റെ അഭിപ്രായം എന്താണ്? ശ്രീകണ്ഠൻ നായർ പറഞ്ഞോളൂ. അല്ല എന്റെ അഭിപ്രായം ഒരു സെക്കൻഡ് ശ്രീ രാധാകൃഷ്ണൻ അതൊന്ന് പറഞ്ഞോളൂ. അതെ ഞാൻ പറഞ്ഞ മോഡി വേഴ്സസ് ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ മുന്നണിയാണ്. മോഡി വേഴ്സസ് ഇടതുപക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷം മാത്രം നിങ്ങൾ പറയാതെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര കക്ഷികളുടെ മുന്നണി എന്ന് പറയണം. ഇടതുപക്ഷ അങ്ങ് പറഞ്ഞോളൂ, അങ്ങനല്ലേ പാർട്ടിയുടെ ആള്. ഞാൻ പറയണോ അതൊക്കെ? ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ശ്രീമാൻ ആനത്തലവട്ടം ആനന്ദൻ. എന്തൊരു ധൈര്യമാണ് അദ്ദേഹത്തിനെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നു? അദ്ദേഹം ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. ബംഗാളിൽ ഇവിടെ സ്ഥിതി ബംഗാളിൽ നിങ്ങൾ എത്ര സീറ്റിലാണ് ബംഗാളിൽ മത്സരിക്കുന്നത്? UPയിൽ എത്ര സീറ്റ്? നിങ്ങൾ ഈ മതേതരത്വ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞില്ല, ഇടതുപക്ഷ മതേതരത്വ ആ ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ മുന്നണി എത്ര സീറ്റിൽ മത്സരിക്കും? എന്തിനാണ് ഈ കള്ളം പറയുന്നത്? അങ്ങേപ്പോലുള്ളൊരു മുതിർന്ന നേതാവ്, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവ്, ഈ ശ്രീകണ്ഠൻ നായരെ പോലുള്ളൊരു ബഹുമാനായ അവതാരകൻ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് എൻ്റെ പ്രിയ നേതാവേ ഈ കള്ളം പറഞ്ഞ് ജനങ്ങളെ എന്തിനാ പറ്റിക്കുന്നത്? ജനങ്ങൾ മുഴുവൻ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? താങ്കൾ എന്തിനാണ് കള്ളം പറയുന്നത്? എന്തിനാണ്? ഒരു സെക്കൻഡ് രാധാകൃഷ്ണൻ, ഒരു സെക്കൻഡ്. എത്ര സീറ്റിൽ മത്സരിക്കുന്നു? സമയം പോയി. ആനത്തലവട്ടം, അതായത് താങ്കൾ ഇങ്ങനെ കള്ളം പറയരുത് എന്നാണ് പറയുന്നത്. കേൾക്കുന്നില്ലേ?
അങ്ങ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ സിസ്റ്റം എന്താ കുഴഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അദ്ദേഹം ഒന്ന് പോയി വന്നാൽ ചിലപ്പോൾ ശരിയാവും തോന്നുന്നു. അപ്പോൾ ഒന്ന് പോയി വരട്ടെ, ഓഡിയോ ശരിയാവും. ശ്രീ രാധാകൃഷ്ണൻ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതോടെ പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസ് ക്യാമ്പുകളിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ ക്യാമ്പുകൾ അത് വല്ലാത്ത മോഹഭംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പോലും രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു വെല്ലുവിളി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചാലക്കുടി മണ്ഡലത്തിൽ എങ്ങനെയാണ് ശ്രീ രാധാകൃഷ്ണൻ അത് ഫീൽ ചെയ്യുന്നത്? അല്ല, ഞാൻ രണ്ട് തരത്തിലാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അങ്ങ് പറഞ്ഞ ഒരു തരത്തിൽ ശരിയാണ്. രാഹുൽ ഗാന്ധി വരവോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസക്തി പോയി. കാരണം മത്സരം നടക്കുന്നത് ഞങ്ങളും മോഡി വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തി തെരഞ്ഞെടുപ്പിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ എവിടെ നോക്കിയാലും കാണാം വളരെ മ്ലാനതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിൽ. അത് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ഞാനും ബെന്നി ബെഹനാനും തമ്മിലാണ് ഇവിടെ മത്സരം. അത് വളരെ പ്രകടമാണ്, എല്ലാവരും കാണുന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറി. ഇടതുപക്ഷത്തിന് എന്തിനാണ് വോട്ട് താങ്കൾ പറയുന്നത്? ചാലക്കുടിയിൽ അല്ല, ഞാനൊരു സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹത്തെ ഒരിക്കലും ഞാനൊരു ചെറുതാക്കി കാണാനോ കൊച്ചായി കാണാനോ വിഷയങ്ങളെ മാത്രമാണ് ചെയ്യേണ്ടത്. ഞാൻ സൂചിപ്പിച്ചു അത് രാഷ്ട്രീയമാണല്ലോ. ഞങ്ങൾ മത്സരം ഇപ്പോൾ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഞങ്ങൾ തമ്മിലാണ് മത്സരം. അത് ഞാൻ മറ്റേ അദ്ദേഹത്തെ ചെറുതായി കാണാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ മത്സരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മത്സരത്തിൻ്റെ സ്വഭാവം നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് എൻ്റെ ചാലക്കുടി പാർലമെൻറ്റ് നിയോജകമാണ് ഞാനും ബെന്നിയും തമ്മിലാണ് മത്സരം. ഒരു സെക്കൻഡ് ശ്രീ ആനത്തലവട്ടം, താങ്കളെ ഞാൻ വീണ്ടും എൻ്റെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം കാക്കനാടേക്ക് വന്നു. നമസ്കാരം ഒരിക്കൽ കൂടി. അതായത് താങ്കളോട് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളും മോഡി വേഴ്സസ് ഇടതുപക്ഷ മുന്നണിയാണ് ദേശീയ തലത്തിലുള്ള മത്സരം എന്ന് പറഞ്ഞത് ശുദ്ധ കള്ളത്തരമാണെന്നാണ് ശ്രീ രാധാകൃഷ്ണൻ്റെ അഭിപ്രായം. അങ്ങേപോലെ സമന്വിതനായ ഒരു നേതാവ് ഇങ്ങനെ പറയാൻ പാടില്ല എന്നും ഒരു വാദഗതി ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി തെളിച്ച് പറയാം. BJP വേഴ്സസ് ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികൾ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഏതെങ്കിലും ഒരു കക്ഷി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല, കോൺഗ്രസ്സിന് കിട്ടില്ല, ഒരു പാർട്ടിക്കും കിട്ടില്ല. മുന്നണി ഭരണമാണ് വരുന്നത്. ആ മുന്നണി ഭരണത്തിൽ BJP അവരോടൊപ്പം നിൽക്കുന്നവരും ഒഴിച്ച് ഇപ്പുറത്തുള്ള പ്രാദേശിക റീജിയണൽ പാർട്ടികൾ, ലെഫ്റ്റ് പാർട്ടികൾ, മതേതര കക്ഷികൾ അവരെല്ലാവരും ഒരു വശത്ത് വരും. അവരെല്ലാം കൂടി ചേർന്ന് 2004 ഉണ്ടാക്കിയതുപോലെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കും. ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന അവസരത്തിൽ ഏത് കക്ഷിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയെന്ന് ആഫ്റ്റർ ഇലക്ഷൻ ഈ കക്ഷികളെല്ലാം കൂടി ചേർന്ന് തീരുമാനിക്കും. ഇവർ ചുമ്മാ കോൺഗ്രസ് വേഴ്സസ് മോഡി എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ അതില്ല. രാഷ്ട്രീയമാണ് പറഞ്ഞത്. അല്ല, അവർ ചോദിക്കുന്നതല്ല. ശ്രീ രാധാകൃഷ്ണൻ ചോദ്യം എനിക്ക് തോന്നുന്നു, നിങ്ങൾ എത്ര സംസ്ഥാനത്ത് നിങ്ങളുടെ പ്രസൻസ് ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അത് പറയുന്നതെന്ന്. അതാണ് കള്ളത്തരം പറയുന്നത് പറഞ്ഞത്. ശ്രീ രാധാകൃഷ്ണന്റെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ പറയാം. അതാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ഒരു ബദൽ ഗവൺമെൻറ് BJP ഗവൺമെൻറ് ബദലായ ഒരു ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പാർലമെൻറ്റിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം ഇടതുപക്ഷത്തിൻ്റെ. ഇടതുപക്ഷമില്ലാത്ത ഒരു ഇന്ത്യയെക്കുറിച്ച് കോമൺ സെൻസ് ഉള്ള ഒരാളിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഒരംഗം ഉണ്ടെങ്കിൽ ഇവർ കൊണ്ടുവന്ന പൗരത്വ ബില്ല് കോൺഗ്രസും BJP ഒരുമിച്ച് ഒരേ നിലപാട് സ്വീകരിച്ചു. അവിടെ ഇടതുപക്ഷമാണ് അതിനെ എതിർക്കാനുണ്ടായത്. മുസൽമാൻ ഇന്ത്യൻ പൗരത്വം പാടില്ല എന്നുള്ള നിലയിൽ. അതേപോലെ 1-2 ഇഷ്യൂസിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഹിമാചൽ പ്രദേശിലൊരു ഗവൺമെൻറ് ഉണ്ടല്ലോ, അത് ആ BJP ഗവൺമെൻറ്റാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ഒറ്റ MLA ഉള്ളു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക, എനിക്കും സമയമില്ലാത്തതുകൊണ്ട്. ആ രാകേഷ് സിൻഹ മാത്രമേ ഉള്ളൂ. ഇവരൊരു ബിൽ അവിടെ ഒരു നിയമസഭയിൽ ബില്ല് പ്രമേയം വന്നു. എന്താ പ്രമേയം? പശുവിനെ രാഷ്ട്രമാതാവായി അംഗീകരിക്കണം. കോൺഗ്രസിനും സന്തോഷം, BJP ആണ് ഭരിക്കുന്ന 2 കൂട്ടർക്കും സന്തോഷം. ഒറ്റയാളെ ഉള്ള രാകേഷ് സിൻഹ എങ്കിലും പറഞ്ഞു, ഇല്ല, പശുവിനെ രാഷ്ട്രമാതാവായി അംഗീകരിക്കണം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവുള്ളപ്പോൾ ഇപ്പുറത്ത് മാതാവായി പശുവിനെ അംഗീകരിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? അവിടെ ഞങ്ങൾ ഒരുപാട് എണ്ണമില്ല, ഒറ്റയാളേ ഉള്ളു.
ഞാനൊരു കാര്യമേ പറയുന്നുള്ളൂ, ഞങ്ങൾ എണ്ണം കുറവാണ്, ഇടതുപക്ഷം എവിടെ കൊണ്ടെന്നും ചോദിക്കുന്നവരോട് ഒറ്റ മറുപടിയേ ഉള്ളൂ. 1000 കഴുതകൾ ഉള്ളതിനേക്കാൾ 10 പടക്കുതിരകളാണ് പ്രധാനം. 1000 കഴുതകൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിലൊക്കെ ഇതുപോലെ ഉദാഹരണം വേറെയും ചൂണ്ടിക്കാണിക്കാനുണ്ട്. നിങ്ങൾ നോക്കൂ, കാശ്മീരിൽ PDPയും BJPയും കൂടെയാണല്ലോ ഭരിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കൊന്നു. അതിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവിടെ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് വന്നില്ല, BJP വന്നില്ല, PDP വന്നില്ല. ഒരേ ഒരാൾ, യൂസഫ് തരിഗാമി, CPMൻ്റെ ഒരാൾ, അദ്ദേഹമാണ് പ്രമേയം കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അത് ആ കുട്ടിയുടെ കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ളതിനൊക്കെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ 1000 പേര് വേണ്ട, ഒരെണ്ണം മതി. ഇടതുപക്ഷം, CPM, അതാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. നയത്തിലാണ്, നിലപാടിലാണ് പ്രധാനം. ആനന്ദൻ, വളരെ സന്തോഷം താങ്കൾ ഈ പരിപാടി ഞാൻ വേറൊരു ചാനൽ എനിക്ക് മനസ്സിലായി. താങ്കൾ ആ ചാനലിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, മാതൃഭൂമിന്റെ അല്ലേ താങ്കൾ പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. താങ്കൾ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. ശ്രീ എൻ രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ പരിപാടിയുടെ തുടർച്ചയായിട്ട് കണ്ടുകൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അതായത് അമിത്ഷായുടെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു താങ്കൾ പറയുന്ന പോലെ, എന്നാൽ വികസന കാര്യങ്ങൾക്ക് നിങ്ങൾ കാര്യമായ പ്രാധാന്യം കേരളത്തിൽ കൊടുക്കുന്നില്ല. ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവിടെ പറയുന്ന വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പോലെ തന്നെ കേരളത്തിലൊരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയിൽ BJP ഏർപ്പെട്ടിരിക്കുന്നത് പോലെയുണ്ട് കാര്യങ്ങളുടെ പോക്ക് കണ്ടാൽ. അല്ല, ഞാൻ ആദ്യം ആനത്തലവട്ടം ആനന്ദൻ ഇപ്പോൾ നടത്തിയൊരു മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, ഒരു സീറ്റ് ആയാലും മതി എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ആകെ ഇന്ത്യയിൽ ഇപ്പോൾ CPIക്ക് ഒരു സീറ്റാണുള്ളത്. ഏതാണ്ട് ആ സ്ഥിതിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്, അങ്ങയുടെ ആളുകൾ ഈ 24ൻ്റെ ആളുകൾ ശ്രീമാൻ അമിത്ഷായുടെ പ്രസംഗം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിഷ്വൽ എടുത്തിട്ടുണ്ടാവും. അതിൽ ഞങ്ങൾ പ്രധാനമായി സൂചിപ്പിച്ചത് ഇന്ത്യയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസനം, കേരളത്തിന് ഞങ്ങൾ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇത് വളരെ വ്യക്തമായി അടിവരയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കോൺട്രിബ്യൂഷൻ കണക്ക് കൂട്ടുമ്പോഴാണ് സൗജന്യ ഗ്യാസ് വിതരണത്തിൻ്റെ കാര്യം, പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ കേരളത്തിൽ മാത്രം ഏതാണ്ട് 25,000-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യമായ രീതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ് പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ് സൗജന്യമായ ഗ്യാസ് വിതരണം. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ മാത്രം 18 ലക്ഷത്തോളം നിർധനരായ ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യമായ വൈദ്യസഹായമാണ്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ പദ്ധതി ഇപ്പോൾ കേരളത്തിൽ അട്ടിമറിക്കാൻ വേണ്ടി പോയ പദ്ധതിയാണ്. അങ്ങനെ നിങ്ങൾ കേരളത്തിൽ ഓരോന്നെടുത്ത് നോക്കൂ, കേരളത്തിൻ്റെ വികസനത്തിലും കേരളത്തിൻ്റെ താല്പര്യത്തിനും ഉതകുന്ന രീതിയിൽ ഒട്ടനവധി, ഇപ്പോൾ 13ാം ധനകാര്യ കമ്മീഷനിൽ കേരളത്തിന് കേന്ദ്രം കൊടുത്തത് ഏതാണ്ട് 42,000 കോടി രൂപയാണ്. ഇപ്പോൾ 14ാം ധനകാര്യ കമ്മീഷനിൽ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തത് 1,93,000 കോടിയാണ്. അതാണ് ഡിഫറൻസ്. യാതൊരു പക്ഷപാതം കാണിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തോട് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചൊരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ വിഷയത്തെക്കുറിച്ച് വിഷനുണ്ട്. കാരണം ഒരു ഫെഡറൽ വ്യവസ്ഥയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണോ BJPയുടെ വിജയത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഞാനിവിടെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മുമ്പിലുള്ളൊരു നേട്ടം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,57,000 വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇവിടെ കിട്ടുകയുണ്ടായി. അതിനു മുമ്പ് ഞാൻ മണലൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഒരു 8,000 വോട്ടായിരുന്നു. എനിക്ക് 1.5-2 കൊല്ലത്തിന് ശേഷം 40,000 വോട്ട് കിട്ടി. അതേ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഞാൻ ഈ ചാലക്കുടി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരളത്തിലെ അപൂർവ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നത്. എൻ്റെ മണ്ഡലത്തിൽ വരാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നേരെ ഡബിൾ കിട്ടിയാൽ സുഖമായിട്ട് ജയിച്ചു. ആ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ എനിക്കെതിരായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 7 കേസെടുത്തു. ശരണം വിളിച്ചതിൻ്റെ കേസാണ്. ഞാൻ നാമനിർദ്ദേശ പത്രികയിൽ വീണ്ടും എനിക്ക് കൊടുക്കേണ്ടി വന്നു. ഈ സർക്കാർ എനിക്കെതിരായി 126 കേസ് കൂടി എടുത്തു. എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തതിന് വളരെ സന്തോഷം. എല്ലാ ആശംസകളും. താങ്കൾ ആലുവയിലേക്ക് തിരിച്ചു പോകുന്നു. നമസ്കാരം.
എന്തായാലും നിങ്ങൾ ഈ പരിപാടി അല്പം ലേറ്റായിട്ടാണ് തുടങ്ങാൻ പറ്റിയത്, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയോടെ ഈ പരിപാടി ഉണ്ടാകും. ഇതിൻ്റെ സാങ്കേതിക സാധ്യത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ ദൂര സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ച്, ഇപ്പോൾ ഒരാൾ ആലുവയിലും ഒരാൾ തിരുവനന്തപുരത്തുമാണ് നിന്നത്. ആനത്തലവട്ടം തലസ്ഥാന നഗരിയിലായിരുന്നു, AN രാധാകൃഷ്ണൻ ആലുവയിലായിരുന്നു. ഇവർ രണ്ടുപേരും കൊച്ചിയിലെ കാക്കനാടുള്ള 24ൻ്റെ വിർച്വൽ സ്റ്റുഡിയോയിൽ വന്നിറങ്ങുകയായിരുന്നു. അവർ രണ്ടുപേരും മടങ്ങിപ്പോയി. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ബിഗ് ഫൈറ്റ് ഇനി മറ്റൊരു ദിവസം. ഇനി നിങ്ങൾക്ക് എൻകൗണ്ടർ കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.